ശേഖരേട്ട ഇവരുടെ ചവിട്ടുപടിയും കൊണ്ട് നമ്മളവിടെ ജീവിക്കുന്നത്? നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോവാം. കടത്തിന്റെയിലോ റെയിൽവേ സ്റ്റേഷനിലൊന്നും പോയി കിടക്കേണ്ട ഗതികേടൊന്നുമില്ലല്ലോ. നമുക്ക് തൽക്കാലം എന്റെ വീട്ടിലേക്ക് പോവാം. ബാക്കി കാര്യങ്ങള് അവിടെ ചെന്ന ശേഷം ആലോചിക്കാം. ഏട്ടൻ ഇങ്ങനെ കിടക്കുമ്പോ നമുക്ക് ഏട്ടനെ വിട്ടിട്ട് പോവാനാവോ യാമിനി? പിന്നെ ഈ പിശാചിനോടൊപ്പം നമ്മൾ എങ്ങനെ കഴിയും ശേഖരേട്ട? അവര് ശേഖരേട്ടനെ തല്ലി കണ്ടില്ലേ? ഞാനിതെങ്ങനെ സഹിക്കും? അപ്പോ ഇവിടെ ഇല്ലാതിരുന്ന ഭാഗ്യം. അല്ലെങ്കിൽ അവൾ ഇത് കണ്ട് സഹിക്കോ? അവരെന്റെ ചേച്ചിയും ഒരു സ്ത്രീയുമായി പോയി. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവര് നമ്മളോട് പകരം വിട്ടിയത് ചെറിച്ച അച്ഛന്റെ മന്ത്രിസ്ഥാനം തട്ടിയെടുത്തില്ലേ? അതിന്റെ അഹങ്കാരം. സമാധാനപ്പെട് ശേഖര, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. നീ കരയേണ്ട യാമിനി. ഇത് അണയാൻ പോകുന്ന ഒരു വിളക്കിന്റെ ആളിക്കത്തല. ദുഷ്ടന് ദൈവം പന പോലെ വളർത്തുമെന്ന് ബൈബിളിലൊരു വാചകമുണ്ട്. അതുപോലെ തന്നെ ദൈവം അതിനെ ചീന്തിക്കളയുകയും ചെയ്യും. അംബിക അവളുടെ ശവക്കുഴി മാന്തുക. വളരെ വൈകാതെ അവൾ അതിൽ വീഴും. സംശയം വേണ്ട. വിഷമിക്കാതിരിക്കും. അമ്മ കയറി അവരെ കൈവയ്ക്കുമെന്നായിരുന്നു എന്റെ പേടി. അതാ ഞാൻ അവരെ വെറുതെ വിട്ടത്. ആരൊക്കെ വെറുതെ വിട്ടാലും ഞാൻ അവളെ വെറുതെ വിടില്ല യാമിനി. അവൾ എന്നെ നിന്നെ മാത്രമല്ല കരയിപ്പിക്കുന്നത്, നമ്മളെല്ലാവരെയോ.